ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറ് വയ്ക്കാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞു മാങ്ങയും പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ഉണക്ക ചെമ്മീനെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സംഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് നിറയെ ചോറ് വയ്ക്കാൻ. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ പച്ചമാങ്ങയാണ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പുളിയുള്ള പച്ചമാങ്ങ എടുക്കുക. പുളി കുറവാണെങ്കിൽ മാങ്ങൻ്റെ അളവ് കൂട്ടിയാൽ മതി. പിന്നെ അരമുറി തേങ്ങ ചിരകിയത്, നിങ്ങൾക്ക് എത്രയാണോ ഇത് വേണ്ടത് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക. കുറച്ച് കറിവേപ്പില, 3 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വറ്റൽ മുളക്, 2 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ 2 അല്ലി, ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം എടുക്കുക. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വറ്റൽ മുളക് ഞാനൊന്ന് ചൂടാക്കി എടുത്തതാണ്. അതുപോലെ തന്നെ കുറച്ച് ഒരു അരക്കപ്പോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ഉണക്ക ചെമ്മീൻ. അതും ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തതാണ്, നന്നായിട്ട് വറുത്തതിന് ശേഷം കഴുകിയെടുത്തതാണ്. ആദ്യം തന്നെ നമുക്ക് വറ്റൽ മുളകും ചെമ്മീനും എങ്ങനെയാണ് ചൂടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നേരം അതിലേക്ക് 3 വറ്റൽ മുളക് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. മുളക് പെട്ടെന്ന് തന്നെ അങ്ങ് ചൂടായി കിട്ടും, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ മുളകെല്ലാം അത്യാവശ്യം നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴുകുന്നത്. ഒന്നിൽ കഴുകിയിട്ട് വറുക്കുന്നതിനേക്കാളും നല്ലത് വറുത്തതിന് ശേഷം കഴുകുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഒരു പൊട്ടുന്ന രീതിയിൽ ആകുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്ത ചെമ്മീനാണിത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് മാങ്ങയൊന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു മാങ്ങയും ഉണക്ക ചെമ്മീനും തേങ്ങയും അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ടാക്കുന്ന ചമ്മന്തി. അടിപൊളിയാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതും കൂട്ടിയിട്ട് കുറേ ചോറങ്ങ് കഴിക്കാം, വേറെ ഒന്നും വേണ്ട. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ മാങ്ങൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ആ തേങ്ങ ചിരകിയതിലേക്ക് നമുക്ക് ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങൻ്റെ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് മാങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി കുറവുള്ളതാണെങ്കിൽ കുറച്ചധികം തന്നെ മാങ്ങ ചേർത്ത് കൊടുത്തോളൂ. മാങ്ങൻ്റെ ആ ഒരു നല്ല പുളിയും കൂടെ വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അഥവാ ഇപ്പോൾ മാങ്ങ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്കിതിലേക്ക് സാധാരണ പുളിയുണ്ടല്ലോ അത് ചേർത്തിട്ടും ഈ ഒരു ചമ്മന്തി റെഡിയാക്കാം. പക്ഷെ മാങ്ങ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മാങ്ങ വലുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. മാങ്ങയെല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് ഒതുങ്ങി കിട്ടിക്കോളും. അല്ലെങ്കിൽ അതിൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒതുക്കിയെടുക്കുമ്പോൾ അതങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. പച്ചമുളകും ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് കഴുകിയെടുത്ത ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ തലയൊന്നും കളയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തല കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പും കൂടെ ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ
1 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പച്ചവെളിച്ചെണ്ണ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാണ്ട് ചേർത്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചമ്മന്തി ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതിയോളം ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നിച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് ഒതുങ്ങി കിട്ടൂല. അതുകൊണ്ട് 2 പ്രാവശ്യം ഇട്ടിട്ടാണ് ഞാനിത് ഒതുക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് ക്രഷ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ആദ്യം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ശരിക്കും അങ്ങ് ആയി കിട്ടൂല. അപ്പം ഒന്ന് നന്നായിട്ട് തുറന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ റെഡിയായി കിട്ടും. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ചമ്മന്തി വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിയെല്ലാം ഉള്ളവരാണെങ്കിൽ അമ്മിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒതുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു പറ ചോറ് വയ്ക്കാൻ മാങ്ങ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി മാത്രം മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.